നമ്മൾ എസ്തേറിന്റെ പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അതിനകത്ത് പ്രധാനമായ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഹശ്വേരോസ് രാജാവാണ്, ഒന്ന് മൊർദെഖായി ആണ്, ഒന്ന് എസ്തേർ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ആദ്യ സമയത്ത് എസ്തേറിന്റെ പേര് ഹദസ്സ എന്നായിരുന്നു ഈ എസ്തേർ. പിന്നെ ഷണ്ണാധിപന്മാരുടെ അധിപതിയായിരുന്ന ഹേഗായി, പിന്നെ ഒരു ഹാമാന്. ഇങ്ങനെ ഉള്ള 4-5 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ഈ ഓരോരുത്തരും ഇന്ന് ഓരോ കാര്യങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത്. അഹശ്വേരോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അഹശ്വേരോസ് 127 രാജ്യങ്ങൾ ഒരുമിച്ച് ഭരിച്ചിരുന്ന രാജാവാണ്, മഹാരാജാവായിരുന്നു. ഈ അഹശ്വേരോസിനെ നമ്മുടെ സർവശക്തനായ കർത്താവിനോട് ഉപമിച്ച് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. രാജാതിരാജാവ് കർത്താവുമായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അത് ആ അഹശ്വേരോസിന്റെ ആ രീതിയിലല്ല, അഹശ്വേരോസ് എന്ന ആ വ്യക്തിയിൽ കൂടെ യേശു ക്രിസ്തുവിനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അതെങ്ങനെ ഗ്രഹിക്കുമെന്ന് ചോദിച്ചാൽ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ ദൈവം നമ്മളെ ദൈവത്തിന്റെ കൃപയാൽ വിളിച്ചു. അങ്ങനെ വിളിക്കാനുണ്ടായ കാരണം നമുക്കറിയാം. നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. റോമാലേഖനം ശേഷിച്ച് ഒരു വാക്യം മാത്രം നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അത് റോമാലേഖനം 11-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അവിടെ ഞാൻ വാക്യം വായിക്കുന്നത്, നിങ്ങൾ മുൻപേ ദൈവത്തെ അറിയാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ നിങ്ങൾക്ക് കരുണ ലഭിച്ച പോലെ എന്ന് തുടങ്ങുന്നു. അപ്പം ഈ അക്ഷരീയ ഇസ്രായേലിനെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് എഴുതുവാണ്, മുമ്പേ അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നു. അപ്പൊ ആ അക്ഷരീയ ഇസ്രായേൽ ദൈവത്തെ അനുസരിക്കാതിരുന്നത് കൊണ്ട് ജാതികൾക്ക് ഗുണം കിട്ടി. അപ്പൊ അക്ഷരീയ ഇസ്രായേലിനെ സ്ഥാനത്തേക്ക് ദൈവം അവരുടെ അനുസരണക്കേട് നിമിത്തം അവരെ ആ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ട് ജാതികളെ ആ സ്ഥാനത്തേക്ക് ദൈവം വിളിച്ചു. അഹശ്വേരോസിന്റെ രാജ്ഞിയായിരുന്ന എസ്തേറിന്റെ അനുസരണക്കേട് നിമിത്തം അഹശ്വേരോസ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വസ്തിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് എസ്തേറിന് ഒരു അവസരം അഹശ്വേരോസ് കൊടുത്തു. ഞാൻ പറഞ്ഞ് മനസ്സിലായി ഞാൻ ധരിക്കുന്നു. അഹശ്വേരോസ് എന്ന് പറയുന്നത് കർത്താവിന്റെ നിഴലിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അഹശ്വേരോസ് അഹശ്വേരോസ് അല്ല, കർത്താവിന്റെ വിളിയെ അനുസരിക്കാതിരുന്ന, ധിക്കരിച്ചു കളഞ്ഞ അക്ഷരിക ഇസ്രായേലിനെ ആ സ്ഥാനത്ത് നീക്കിക്കളഞ്ഞിട്ട്, വസ്തിയ നീക്കിക്കളഞ്ഞ പോലെ നീക്കിക്കളഞ്ഞിട്ട് ജാതികളെ ആ സ്ഥാനത്തേക്ക് ദൈവം വിളിച്ചു ചേർത്തു എന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ അഹശ്വേരോസിന്റെ രാജധാനിയിൽ അഹശ്വേരോസിന്റെ വസ്തിക്ക് പകരം മറ്റുള്ള സ്ത്രീകളെ അഹശ്വേരോസിന്റെ രാജ്ഞിയായി തീരാൻ വിളിച്ച ആ വിളിയിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു എസ്തേർ. ആ എസ്തേറിനെ വിളിച്ചതുപോലെ, എസ്തേറിനെ വ്യക്തിപരമായി വിളിച്ചതല്ല, അനേകരെ വിളിച്ചപ്പോ അതിൽ കാന്തയായി തീരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ അഹശ്വേരോസിന്റെ രാജ്ഞിയായി തീരാൻ വേണ്ടി ഒരു തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയുള്ള വിളി വന്നപ്പോൾ ആ വിളിയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എസ്തേറും. അപ്പൊ ആ എസ്തേറും ഇതിനുവേണ്ടി തന്നെ ആ വിളിയിൽ ഉൾപ്പെടുത്തിപ്പോയി. നമ്മളെ ദൈവം കാലാകാലങ്ങളിലായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. അപ്പൊ ആ വിളി
ആ എങ്ങനെ കാന്തയായി തീരും എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്കറിയാം. പക്ഷെ എസ്തേർ എങ്ങനെ അതായി തീർന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ ഇടയാകത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെയായി ആ സത്യങ്ങളെ ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നു. അപ്പൊ അത് ആ കാര്യങ്ങളാണ് നമ്മളുടെ ചിന്താവിഷയമായി തീരേണ്ടത്. ഇതൊരു കഥയല്ല, സംഭവിച്ച കാര്യം ഹിസ്റ്ററിയാണ്. അപ്പൊ അതില് ആ ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതല്ല, അതിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ആണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കൂടുതലായി മനസ്സ് വെക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോ ഈ അക്ഷരീയ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? വസ്തിയെ അഹശ്വേരോശ് തള്ളിക്കളഞ്ഞതിന്റെ ഏക കാരണം ആ വസ്തി രാജാവായിരുന്ന അഹശ്വേരോശിനെ അനുസരിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അനുസരണക്കേടാണ് അവരെ തള്ളിക്കളയപ്പെടാൻ കാരണം. ആ ഇസ്രായേല് ദൈവത്തെ അനുസരിച്ചില്ല, കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോ ആ സ്ഥാനം ജാതികൾക്ക് കിട്ടാൻ ഇടയായി. എന്നാൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ എസ്തേറിനെ കുറിച്ച് 2-ാം അധ്യായത്തില് ഒരു പരാമർശമുണ്ട് വസ്തിയെ കുറിച്ച്. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അതിന്റെ ശേഷം അഹശ്വേരോശ് രാജാവിന്റെ കോപം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അഹശ്വേരോശ് അനുസരണക്കേട് നിമിത്തം തന്റെ രാജ്ഞിയായിരുന്ന വസ്തിയെ തള്ളിക്കളഞ്ഞു. അല്ല, ആ തള്ളിക്കളഞ്ഞ വസ്തിയെ കുറിച്ച് തന്റെ കോപം ശമിച്ചപ്പോൾ അഹശ്വേരോശ് പിന്നെ ഈ വസ്തിയെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ വസ്തിയെ കുറിച്ച് ഓർത്തു, അവളോട് താൻ ചെയ്തതിനെ കുറിച്ചൊക്കെ ഓർത്തു എന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്താൽ പോരായിരുന്നു, നന്നായി എന്നുള്ള ആ ധ്വനിയിലല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് തന്റെ കോപം ശമിച്ചപ്പോ വസ്തിയെ കുറിച്ചും താൻ അവളോട് ചെയ്തതിനെ കുറിച്ച് ഓർത്തു. റോമാലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് അക്ഷരീയ ഇസ്രായേൽ ദൈവം തള്ളിക്കളഞ്ഞു. നല്ല സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞു എന്നല്ല. ഈ ജാതികളെ കൊണ്ട് ഇസ്രായേലിന് എരിവ് വരുത്താൻ വേണ്ടി താൽക്കാലികമായിട്ടാണ് അക്ഷരീയ ഇസ്രായേലിനെ ദൈവത്തിന്റെ സന്നിധിയിൽ തള്ളിക്കളഞ്ഞത്. ഒരു ജാതി എന്നുള്ള നിലയ്ക്ക്, വ്യക്തികൾ എന്നുള്ള നിലയ്ക്കല്ല. അനേക വ്യക്തികൾ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളാക്കുന്നവരുണ്ട്. അതല്ല, ഒരു ജാതി എന്നുള്ള നിലയ്ക്ക് അക്ഷരീയ ഇസ്രായേലിനെ ദൈവം സദാകാലത്തേക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല. അവരെ ദൈവം പിന്നെയും അംഗീകരിക്കുകയും കൂട്ടിച്ചേർക്കുകയും അരിക്കെടുക്കുന്ന പോലെ മുഴുവൻ ലോകത്തിൽ നിന്ന് അവരെ അരിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രവചന പുസ്തകങ്ങൾ നാം വായിക്കുന്നുണ്ട്. അപ്പോ എന്ന് മാത്രമല്ല, അവരുടെ അടിപ്പിണർ പൊറിപ്പിക്കുന്ന ഒരു നാളിനെ കുറിച്ച് ദൈവത്തിന് കാണുന്നുണ്ട്. ദൈവം ഇസ്രായേലിന്റെ അടിപ്പിണർ പൊറിപ്പിക്കുന്ന ഒരു നാളുണ്ട്. അന്ന് പ്രപഞ്ചത്തിന് പോലും വലിയ മാറ്റം വരുന്ന ദൈവത്തിന് കാണുന്നുണ്ട്. ആ ദിവസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അന്ന് ചന്ദ്രന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പോലെയും സൂര്യന്റെ വെളിച്ചം 7 പകലിന്റെ വെളിച്ചം പോലെയും ആകും എന്നെല്ലാം പ്രവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഈ അഹശ്വേരോശിന്റെ കോപം ശമിച്ചപ്പം വസ്തിയെ ഓർത്ത പോലെ ദൈവം സദാകാലത്തേക്കും ഈ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞതല്ല. നേരെ മറിച്ച് ഇസ്രായേലിന് എല്ലാവർക്കും, നമ്മൾ 15-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സുജോബ്രദർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് സദാകാലത്തേക്ക് തള്ളിക്കളഞ്ഞതല്ല, നേരെ മറിച്ച് കുറച്ചു കാലത്തേക്ക് എല്ലാവരോടും ദൈവം കരുണ കാണിക്കേണ്ടത് ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അങ്ങനെ അടച്ചു കളയപ്പെട്ട സ്ഥിതിയിൽ ആ കാര്യത്തിൽ ഇസ്രായേൽ അകപ്പെട്ടു. എന്നാൽ അത് ജാതികൾക്ക് രക്ഷ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ എസ്തേർ രാജസന്നിധിയിലേക്ക് അല്ലെ ആ കാര്യത്തിലേക്ക് വരാനുണ്ടായ കാരണം അഹശ്വേരോശ് ഈ വസ്തിയെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾക്കും ഈ ദൈവസന്നിധിയിൽ ജാതികളാകുന്ന നമ്മൾക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന്റെ കാരണം ഉണ്ടായത് അക്ഷരീയ ഇസ്രായേല് ദൈവത്തെ അനുസരിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ കാരണം ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ അത് കണ്ടിരുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ തീരുമാനം, അങ്ങനെ ആയിരുന്നു.
എന്നാൽ അതിനുള്ള മുഖാന്തരം ഉണ്ടായത് ശരി ഇസ്രായേലിന്റെ കാര്യത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കന്യകമാരുടെ കൂട്ടത്തിൽ ഈ എസ്തേറും ഉൾപ്പെട്ടു. എന്നാൽ ഈ എസ്തേറിനെ സംബന്ധിച്ച് ചില പ്രത്യേകതകളുണ്ട്. എസ്തേറിന്റെ ഒരു പ്രത്യേകത, അവൾക്ക് പ്രശംസിക്കാൻ യാതൊരു വകയില്ലാത്തവളാണ്. ഒന്നും പ്രശംസിക്കാനില്ല. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നല്ല സെറ്റപ്പായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാനില്ല. തന്നെ അവൾ അനാഥയാണ്. ഈ മൊർദെഖായി ആണ് ഇവളെ വളർത്തി ഇങ്ങനെ വലുതാക്കിയത് എന്നൊക്കെ അല്ലാതെ മറ്റ് അനേക യുവതികളെ പോലെ, അല്ലെ മറ്റുള്ള ഒരാളെ പോലെ, ഒരു കന്യയെ പോലെ വളരെ പ്രശംസനീയമായ യാതൊരു ബാക്ക്ഗ്രൗണ്ടുകളും യാതൊരു കാര്യങ്ങളും ഈ എസ്തേറിനില്ല. എന്നാൽ ഈ എസ്തേറിനെ അവിടെ ഈ രാജാവിന്റെ കാന്തയായി തീരാൻ വേണ്ടി, രാജാവിന്റെ രാജ്ഞിയായി തീരാൻ വേണ്ടിയുള്ള വിളിയിൽ ഈ എസ്തേറും ഉൾപ്പെട്ടു. ഭാഗ്യവശാൽ ദൈവത്തിന്റെ കരുണയാൽ നമ്മളും ഈ വിളിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് കർത്താവ് യേശുക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ, ശരീരത്തിന്റെ ഭാഗമായി തീരാൻ ദൈവം നമ്മളെ വിളിച്ചു. യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരാനുള്ള വിളി നമ്മുടെ പേരിലുണ്ട്. അപ്പൊ അത് ഈ എസ്തേറിന്റെ ചരിത്രം വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്ന് പഠിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഈ എസ്തേറിനെ അവിടെ കൊണ്ട് ആക്കി. അതിന്റെ 12ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂറ് തൈലം കൊണ്ടും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളെ കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. ഓരോരുത്തർക്ക് അപ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു കാലമുണ്ട്. ശുദ്ധീകരണ കാലം തികയും എന്നവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ശുദ്ധീകരണത്തിന്റെ ഒരു കാലമുണ്ട്. ആ ശുദ്ധീകരണ കാലത്ത് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ദൈവം എസ്തേറിന്റെ ജീവിതത്തിൽ തന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും, ചെറുതോ വലുതോ ആയ ഏത് കാര്യവും നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. റോമാലേഖനത്തിൽ നമ്മൾ അത് തന്നെ കാണുന്നുണ്ടല്ലോ. എന്നാൽ നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. സകല മനുഷ്യരെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന് തന്റെ സകല സൃഷ്ടികളോട് ദൈവം ദയാലുവാണ്. ദൈവം എല്ലാ മനുഷ്യനെയും ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് യേശുവിന്റെ ക്രൂശ്. യേശുവിനെ തന്നെ ക്രൂശിൽ തകർത്ത് കളയുവാൻ പിതാവിന് പ്രസാദം തോന്നിയത് എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ സ്നേഹത്തെ കണ്ട് തിരിച്ച് ആ സ്നേഹത്തിന്റെ പ്രതികരണമായി അങ്ങോട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് റോമലേഖനം വായിക്കുന്നുണ്ട്. എല്ലാം നന്മയ്ക്കായിട്ടാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും. അത് ഇപ്പൊ നമുക്ക് അത് നന്മയായിട്ട് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ഈ ലോകത്തിന്റെ രീതികളൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്നതുകൊണ്ട് ഇപ്പോൾ അത് ഒരു നന്മയായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നാൻ സാധ്യത വളരെ കുറവാണ്. പല കാര്യങ്ങളും. ഇപ്പോൾ ജോലിയുള്ള ഒരു മനുഷ്യന്റെ ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ആഘാതങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. പത്രോസിന്റെ കാല് കഴുകാൻ യേശു ചെന്നപ്പോ യേശു പത്രോസിനോട് പറയുന്നു, അത് അരുത്, അതിപ്പോ അങ്ങനെ നീ എന്റെ കാല് കഴുകരുതെന്ന് പറയുന്നു. ഉടനെ യേശുവിന്റെ മറുപടി ഇങ്ങനായിരുന്നു, ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് മനുഷ്യൻ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായ ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അത് എന്താണ് ആ നന്മ എന്നുള്ളത് ഇപ്പം പൂർണ്ണമായ രീതിയിൽ നമുക്കത് അറിയാൻ പ്രയാസമുണ്ട്. എന്നാൽ നിത്യതയിൽ നാം എത്തുമ്പോൾ ഈ കാര്യത്തിന് വേണ്ടിയായിരുന്നു
ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ഇടപെട്ടതെന്ന് അന്ന് നമുക്ക് ഗ്രഹിക്കാൻ ഇടവരും. പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ നമുക്ക് അന്ന് സാധിക്കും, ഇപ്പോൾ സാധിക്കത്തില്ല. അപ്പോൾ ഈ അഹശ്വേരോഷിന്റെ കാന്തയായി തീരാൻ വിളിച്ച എസ്തേർ ആ ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടെ കടന്നുപോയി. അപ്പൊ ഈ ഒരു വർഷം 6 മാസം മൂർത്തൈലം കൊണ്ടും 6 മാസം സുഗന്ധ തൈലം കൊണ്ടുമുള്ള ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം രാജാവിന്റെ അടുത്ത് ചെല്ലുവാൻ മുറ വരുന്നതനുസരിച്ച് ഓരോ യുവതികളെ രാജാവിന്റെ രാജകൊട്ടാരത്തിലേക്ക് ഷണ്ണന്റെ അധിപതിയായ ഹേഗായി മുഖാന്തരം കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 14-ാമത്തെ വാക്യം പോലും വായിക്കുന്നു. 14-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: സന്ധ്യാസമയത്ത് അവർ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ണനായി വെപ്പാട്ടികളുടെ പാലകനായ ശ്രേയസിന്റെ വിചാരണയിലെ 2-ാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചിട്ടല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അഹ്യോക്കിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. അതിന് 13-ാമത്തെ വാക്യം പോലും വായിച്ചാൽ ഇത് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അതായത് ഏത് യുവതികളും രാജാവിന്റെ രാജസന്നിധിയിൽ ചെന്ന് അവരുടെ മടങ്ങി രാജാവിന്റെ രാജസന്നിധിയിൽ നിന്ന് പിറ്റന്നാൾ അവർ മടങ്ങി പോകുമ്പോൾ രാജാവ് അവരെന്ത് ചോദിച്ചാലും രാജസന്നിധിയിൽ നിന്ന് അവർക്ക് കൊടുക്കുമായിരുന്നു. അവരെന്താണ് ആവശ്യപ്പെടുന്നത്, അവരാവശ്യപ്പെടുന്നത് മുഴുവനും അവർ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്താണോ തോന്നുന്നത് അതെന്ത് ചോദിച്ചാലും അവർക്കത് കൊടുക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അല്ലെ ക്രിസ്തീയ ഗോളത്തിൽ യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ വിളിക്കപ്പെട്ട പലരും ആഗ്രഹിക്കുന്നത് ഈ അഹശ്വേരോഷ് മുഖാന്തരം അല്ലെങ്കിൽ ഈ കർത്താവ് മുഖാന്തരം ഈ ലോക ജീവിതത്തിൽ എന്ത് നേടാം എന്നുള്ളതാണ്. ഈ രാജാവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്ത് കൊണ്ടുപോകാം, എന്ത് കിട്ടും, എന്ത് സമ്പാദിക്കാൻ കഴിയും. എൻ്റെ ഭാവനയിൽ ഞാൻ വിചാരിക്കുന്നു, ലോഡ് കണക്കിന് ഫർണിച്ചറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ആധാരങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം അവരുടെ ഹൃദയത്തിൽ തോന്നുന്നതെല്ലാം ചോദിച്ചു മേടിച്ചു കൊണ്ടുപോയ അനേക സ്ത്രീകളുണ്ടാവും. ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം എന്ത് ലഭിക്കും എന്നുള്ളതാണ് അനേക ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരുടെ അന്വേഷണം. എന്നാൽ യഥാർത്ഥമായി യേശുക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ വിളിക്കപ്പെട്ട ഓരോരുത്തരുടെയും ചിന്ത യേശുക്രിസ്തുവിൻ നിമിത്തം എന്ത് നഷ്ടപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളായിരിക്കാം, സമ്പത്തായിരിക്കാം, ആരോഗ്യമായിരിക്കാം, എന്തും യേശുക്രിസ്തുവിന് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും സന്തോഷത്തോടെ ആ നഷ്ടപ്പെടുത്തുന്നവരാണ് പിൽക്കാലത്ത് കർത്താവ് യേശുക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ ഇടയുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ എസ്തേറിന്റെ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗമാണ്. 15-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗമാണ്. അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. ഈ എസ്തേർ രാജസന്നിധിയിൽ ചെന്നു. എന്നാൽ മറ്റ് സ്ത്രീകള് അല്ലെങ്കിൽ മറ്റ് യുവതികള്, മറ്റ് കന്യകമാര് ഈ രാജാവിന്റെ അടുത്ത് പോകുമ്പം അവർ ഒരുപാട് കാര്യങ്ങൾ അവരെ ചോദിക്കും. അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുമായിരുന്നു. എന്ത് ചോദിച്ചാലും അത് കിട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ എസ്തേറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എസ്തേർ ഒന്നും ചോദിച്ചില്ല. രാജാവിന്റെ അവിടെ പോയി വരാൻ ഒന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിച്ചില്ല എന്നല്ല, അന്തപുര പാലകനായ ഷണ്ണന്മാരുടെ അധിപനായ ഹേഗായി പറഞ്ഞത് മാത്രമല്ല, അതൊന്നും ചോദിച്ചില്ല. അപ്പൊ ഹേഗായി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
ഹേഗായിന്റെ സാദൃശ്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. കാരണം ഈ ഹേഗായിയുടെ കീഴിലാണ്, ഈ ഹേഗായിയാണ് ഏത് കന്യകമാരെയും ഈ രാജാവാകുന്ന അഹശ്വേരോശിന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്നത് ഈ ഹേഗായിയാണ്. അത് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ വേണ്ടി നമ്മളെ ഒരുക്കി കർത്താവിന്റെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നത്, നമ്മളെ നിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ നിർത്തപ്പെടുന്നത്. അപ്പോ ഈ ഹേഗായി പറഞ്ഞതല്ലാതെ എസ്തേറിന്റെ കാര്യത്തിൽ അന്തഃപുര പാലകനായിരുന്ന ഹേഗായി, ഈ ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും എസ്തേർ ചോദിച്ചില്ല. എന്ന് വെച്ചാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അല്ല നമ്മളോട് സംസാരിക്കുന്നത് അല്ലാതെ ഇടത്തോട്ടോ വലത്തോട്ടോ അതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒരു ഇഞ്ച് പോലും മാറാനുള്ള അവകാശം യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പോലുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തിന് കീഴടങ്ങി മാത്രം ജീവിക്കുന്നവരാണ് യഥാർത്ഥമായി യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ ഇടയുള്ളത്. ഇവിടെ നമ്മൾ എസ്തേറിനെ കുറിച്ച് വായിക്കുന്നു, അവൾ ഒന്നും ചോദിച്ചില്ല എന്നല്ല, ഹേഗായി പറഞ്ഞതല്ലാതെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു തരുന്നതല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി, അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആശിച്ചുവെന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യമല്ലാതെ മറ്റൊന്നും ചെയ്യാത്തവരായി, അതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറാത്തവരായി ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ഇന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ രാജാവും കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരുന്നത്. അപ്പൊ ഈ എസ്തേർ രാജാവിന്റെ രാജസന്നിധി പോയി ഒന്ന് ഹേഗായി പറഞ്ഞല്ല, ഒന്നും ചോദിച്ചില്ല, അവൾ മടങ്ങി വന്നു. അപ്പോ ഒന്നും ചോദിക്കാതെ പോയതുകൊണ്ടോ എന്തോ ഈ എസ്തേറിനെ മറ്റുള്ള കന്യകമാരെക്കാൾ അധികം രാജാവിന് താല്പര്യമായി. അതിന്റെ കാരണം ഇവിടെ കാരണമൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ഇതായിരിക്കാനാണ് സാധ്യത. കാരണം മറ്റുള്ളവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ, രാജാവിനിപ്പോ ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു കന്യകയ്ക്ക് കുറെ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള രാജാവിനെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഈ എസ്തേറിനെ രാജാവ് ശ്രദ്ധിച്ചു കാണും. ഈ എസ്തേർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണ്. എസ്തേർ ഒന്നും ചോദിക്കാതെ മറ്റുള്ളവരൊക്കെ വീട്ടിൽ പോയപ്പം ലോഡ് കണക്ക്, ഞാൻ മുമ്പേ പറഞ്ഞു, ലോഡ് കണക്ക് സാധനം കൊണ്ടു. എന്നാൽ എസ്തേർ ഒന്നും ചോദിച്ചില്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. മറ്റുള്ളവര് അതിന്റെ കാരണം, മറ്റുള്ളവര് ഈ അഹശ്വേരോശിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ള താല്പര്യക്കാരായിരുന്നു. അത് കിട്ടുകയും ചെയ്തു. കിട്ടി, അവരതും കൊണ്ട് പോയി. എന്നാൽ എസ്തേറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എസ്തേറിന്റെ താല്പര്യം അഹശ്വേരോശിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതല്ല, നേരെ മറിച്ച് എസ്തേറിന്റെ താല്പര്യം അഹശ്വേരോശിനെ തന്നെ കിട്ടണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. നേരെ മറിച്ച് യേശുക്രിസ്തുവിൽ നിന്ന് ഒന്ന് കിട്ടുക എന്നുള്ളതല്ല, യേശുക്രിസ്തുവിനെ തന്നെ കിട്ടുക എന്നുള്ളത് മനസ്സ് വെച്ച് താല്പര്യത്തോടെ ക്രിസ്തുവിന് വേണ്ടി മാത്രം, ക്രിസ്തുവിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അനേക ദൈവമക്കൾ ഈ ഭൂമിയിൽ ഇന്നുമുണ്ട്. അവിടെ താല്പര്യം ക്രിസ്തു മുഖാന്തരം എന്ത് നേടാം, ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്ത് കിട്ടും എന്നുള്ളതല്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും ക്രിസ്തു ഉണ്ടെങ്കിൽ അത് മാത്രം മതി. എല്ലാത്തിനേക്കാളും വലുത് ക്രിസ്തുവാണ് എന്നുള്ള ആ മനോബോധത്തിൽ, ആ സത്യമായ അറിവിൽ മുന്നോട്ട് ജീവിക്കുന്ന അനേക ക്രിസ്ത്യാനികൾ എന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. യേശു ക്രിസ്തു ഇല്ലാതെ, ക്രിസ്തു മുഖാന്തരമുള്ള കാര്യങ്ങളല്ലാതെ ക്രിസ്തുവിൽ നിന്ന് ഉള്ളതല്ല, ക്രിസ്തുവിനെ തന്നെ നേടണം. അപ്പോസ്തലൻ പൗലോസ് പറയുണ്ടായി, അവനെ നേടണം. അവനിൽ നിന്ന് കിട്ടുന്നത് നേടുക എന്നുള്ളതല്ല, അവനെ നേടണം, അവനെ പ്രാപിക്കണം, അവനെ ലഭിക്കണം. അവനെ ലഭിച്ചിട്ട് അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഈ എസ്തേറും അതെന്നെ താല്പര്യപ്പെട്ടു, ഒന്നും ചോദിച്ചില്ല. എസ്തേർ താല്പര്യപ്പെട്ടത് ഈ അഹശ്വേരോശിനെയാണ്. അപ്പൊ അങ്ങനെ ഈ
ഈ അഹസ്വേരോസിന്റെ സന്നിധിയിൽ നിന്ന് എസ്തേർ മടങ്ങിപ്പോയി. പിന്നീട് സംഭവിക്കുന്ന കാര്യം നമുക്ക് അറിയാം. അല്ല, നമ്മൾ എപ്പോഴും വായിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ ധരിക്കുന്നു. അപ്പൊ ഈ എസ്തേർ ഇങ്ങനെ രാജസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയപ്പോ ആണ് പിന്നെ ആ സമയത്താണ് ഹാമാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം, ഈ മൊർദെഖായി ഈ രാജാവിന്റെ ഈ അന്തഃപുരത്തിന്റെ മുറ്റത്ത് സാധാരണ നടക്കലുണ്ടായിരുന്നു. കാരണം തൻ്റെ വളർത്തുമകളാണ് ഈ എസ്തേർ. അപ്പൊ എസ്തേറിന്റെ ഭാവി എന്താകും, എസ്തേറിന് എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഈ മൊർദെഖായി സ്ഥിരമായിട്ട് ഈ എസ്തേറിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നടക്കലുണ്ടായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹാമാൻ എന്ന് പറയുന്ന അഹസ്വേരോസിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു മന്ത്രിയായിരുന്ന ഈ ഹാമാൻ അതിൽ പോകുമ്പോൾ ഈ മൊർദെഖായി ഹാമാനെ നമസ്കരിക്കത്തില്ല. ഈ മൊർദെഖായി യഥാർത്ഥത്തിൽ ഒരു ഇസ്രായേലിനാണ്. ഈ മൊർദെഖായി ഇപ്പോ ഈ സ്ഥലത്ത് ഉണ്ടായ കാരണം, അത് യഹൂദന്മാര് ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയപ്പെട്ടു. യഹൂദന്മാര്, ഇസ്രായേൽ അല്ല, യഹൂദ. അതിന്റെ ചരിത്രം പറയണമെങ്കിൽ ഇസ്രായേൽ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദിന്റെ മകനായ ശലോമോന്റെ കാലശേഷം ഇസ്രായേലിന്റെ രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെട്ടു, ഇസ്രായേൽ എന്നും യഹൂദ എന്നും. അതിൽ യഹൂദ എന്ന രാജ്യം ബാബേലിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. അങ്ങനെ നെബൂഖദ്നേസർ ബാബേലിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ട അതിൽ വന്ന ഒരു യഹൂദന്റെ പിന്തുടർച്ചക്കാരനാണ് ഈ മൊർദെഖായി. ഈ മൊർദെഖായി ഇപ്പോ ഈ ബാബേൽ സാമ്രാജ്യം അസ്തമിച്ചു, അത് നശിച്ചുപോയി. ബാബേൽ സാമ്രാജ്യത്തെ പിന്നെ കീഴടക്കിയത് മേദ്യ സാമ്രാജ്യമാണ്, നമുക്കറിയാം. അതിലെ മേദ്യരുടെ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഹസ്വേരോസ് മേദ്യ രാജാവാണ്. ഈ മേദ്യ ഭരണത്തിലെ ആദ്യത്തെ രാജാവ് ദാര്യാവേശായിരുന്നു. ദാര്യാവേശാണ് ഈ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവ്. മേദ്യനായ ദാര്യാവേശാണ് ബാബേൽ സാമ്രാജ്യത്തെ കീഴടക്കിയത്. 62 വയസ്സ് അന്ന് ഈ ദാര്യാവേശിന് പ്രായമുണ്ട്. 62 വയസ്സുള്ളവനായിട്ട് അന്ന് ദാര്യാവേശ് രാജ്യഭാരം ഏറ്റു. അതിന് ശേഷമുള്ള രാജാവായിരുന്നു അഹസ്വേരോസ്. അപ്പൊ അങ്ങനെ ഈ നെബൂഖദ്നേസർ ബാബേലിലേക്ക് യഹൂദന്മാര് അടിമകളായി പിടിച്ചു കൊണ്ടുപോകപ്പെട്ടതിലെ അതിൽ പെട്ടയാളായിരുന്നു ഈ മൊർദെഖായി. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ മൊർദെഖായി, യഹൂദന്മാർക്ക് പ്രത്യേകത ഉണ്ട്. മറ്റ് ജാതികളായിരിക്കുന്ന ആളെ നമസ്കരിക്കുക, അവരെ സല്യൂട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് തീരെ ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൊർദെഖായി ഹാമാനെ നമസ്കരിച്ചില്ല. ഈ മൊർദെഖായി ഹാമാനെ നമസ്കരിക്കാതിരുന്നത് ഹാമാന് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കി. ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവമക്കളായി വിളിക്കപ്പെട്ടവര് ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചും ഈ ലോകത്തിന് കീഴ്പ്പെട്ടും ജീവിക്കേണ്ടവരല്ല. അവർക്ക് ഒരു പ്രത്യേകമായ പ്രമാണവും ഒരു വ്യവസ്ഥിതിയുമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവം അക്ഷയ ഇസ്രായേലിനോട് അവരെ ഫറവോന്റെ അടിമത്തിൽ വിടുവിച്ച് കൊണ്ടുപോകുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ജീവിച്ചു പോകുന്ന ഈ ഫറവോന്റെ രാജ്യത്തിലെ നടപ്പ് നിങ്ങൾ നടക്കരുത്. നിങ്ങൾ ചെല്ലുന്ന കനാലിലെ ജീവിത രീതി അനുസരിച്ച് നിങ്ങൾ നടക്കരുത്. അപ്പൊ നിങ്ങൾ വിട്ടുപോകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു ജീവിത രീതി ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് കനാലിലും ഒരു ജീവിത രീതിയുണ്ട്. എന്നാൽ ഈ രണ്ട് ക്രമവുമല്ല നിങ്ങൾക്ക് ഉള്ളത്.
അല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ഈ രണ്ട് രീതിയല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. അപ്പൊ ദൈവം ഈ വേർതിരിക്കപ്പെട്ട ഇസ്രായേലിന് ദൈവം ഒരു പ്രമാണം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കും ദൈവം ഒരു പ്രമാണം തന്നിട്ടുണ്ട്. അത് ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസൃതമായ പ്രമാണമല്ല. ഈ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. നമുക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം ഇന്ന് നമ്മൾക്ക് തരുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ആ പ്രമാണം തരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ എന്ത് ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പെടുമ്പോൾ യേശു കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ നാടുവാഴികളുടെയും അധികാരികളുടെയും ഒക്കെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് നേരത്തെ നിങ്ങൾ കണക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ആ നാഴികയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരും പറയേണ്ട കാര്യം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പോലും, ചെയ്യേണ്ട കാര്യമോ പറയേണ്ട കാര്യമോ ജീവിക്കേണ്ട ജീവിത രീതിയോ എല്ലാ കാര്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രമാണം അനുസരിച്ചാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ഇന്ന് ജീവിക്കേണ്ടത്. അപ്പൊ ഈ മൊർദെഖായി ഹാമാനെ നമസ്കരിക്കാതിരുന്നത് കൊണ്ട് ഈ മൊർദെഖായിയെ നശിപ്പിച്ചു കളയണമെന്ന് ഹാമാന് തോന്നി. മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായിയുടെ വംശത്തെ മുഴുവനും നശിപ്പിച്ചു കളയണം എന്ന് ഹാമാന് തോന്നി. ഹാമാൻ ഈ ലോകത്തിൽ ദൈവമക്കൾക്ക് എതിരായി നിൽക്കുന്ന പൈശാചിക ശക്തിയുടെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പം എല്ലാ സമയത്തും പിശാചിന്റെ താല്പര്യം ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പിശാചിനെ കീഴ്പ്പെടാത്ത ഈ ലോകത്തിന്റെ ഗതിക്ക് അനുസൃതമായി പോകാൻ വിസമ്മതിക്കുന്ന ആരെയായാലും അതിനുവേണ്ടി അവരെ കീഴ്പ്പെടുത്താൻ ഉള്ള സകല ശ്രമങ്ങളും ഈ ലോകത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, ജഡത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ മൊർദെഖായിക്കും അങ്ങനൊരു പ്രശ്നത്തിന്റെ മുമ്പിൽ മൊർദെഖായി ഇപ്പം എത്തി. മൊർദെഖായി എത്തിയെന്ന് മാത്രമല്ല, മൊർദെഖായി ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഈ ഇസ്രായേലിനെ മുഴുവനും, അഥവാ ഈ ഹാമാനെ നമസ്കരിക്കാത്ത എല്ലാ ഇസ്രായേൽ ജാതികളെയും നശിപ്പിച്ചു കളയുക എന്നുള്ള ഒരു താല്പര്യം ഹാമാന്റെ ഹൃദയത്തിൽ ഉണ്ടായി. യേശു കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പൊ പാതാള ഗോപുരങ്ങൾ എപ്പോഴും ജയിക്കാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തിയെയല്ല, നേരെ മറിച്ച് കർത്താവിന്റെ ശരീരമാകുന്ന സഭയെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ആ സഭ തന്നെ ഒരു സഭ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ എക്കാലത്തെയും താല്പര്യം. അപ്പോ ഇതിന്റെ ബാക്കി കാര്യം ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും അയാൾ പ്രാർത്ഥിക്കുമോ? ഭംഗിയായിട്ട് കർത്താവ് എസ്തറിനെ പറ്റിയിട്ട് ദൈവവചനത്തിൽ പറഞ്ഞതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പം എസ്തർ എങ്ങനെയാണ് ആ ഷണ്ടനായ വ്യക്തിക്ക് അനുസരണത്തോട് കീഴ്പ്പെട്ടിരുന്നത്, അതുപോലെ എന്റെ അമ്മയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അതുപോലെ കീഴ്പ്പെട്ടിരി പലപാടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എന്റെ ദൈവമേ, ഞങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെക്കാൾ ഉപരി അനുഗ്രഹിക്കപ്പെട്ടവനായ കർത്താവിനെ തന്നെ ആഗ്രഹിക്കുവാൻ ദൈവം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ളതിനുപരി കർത്താവെ അങ്ങയെ തന്നെ ഞങ്ങൾ വാഞ്ചിക്കുവാൻ യേശുപ്പിച്ച ഇടയാകണമേ. കർത്താവെ, വചനം പറയുന്ന പോലെ സ്വർഗത്തിലും ഭൂമിയിലും നിന്നെയല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കാൻ ഇടയാകില്ലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ എല്ലാ ബലഹീനതയും അപ്പൻ അറിയുന്ന ഈ ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ ടെംപ്റ്റേഷൻസും ദൈവമേ അങ്ങയുടെ മുമ്പാകെ ഇരിക്കുന്നു. അപ്പ അതിൽ നിന്നെല്ലാം ജയിക്കാൻ തക്കോണം ആത്മാവിനാൽ ഞങ്ങൾ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ ഞങ്ങൾ ജനിച്ചിരിക്കാതെ ആത്മാവിനാൽ നടക്കണമെന്ന് വചനം പറയുന്നല്ലോ കർത്താവെ. അതുപോലെ ക്രിസ്തുവേശുള്ള ജനത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കണം. പക്ഷെ ആ ഒരു ജീവിതം അടിയങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകലത്തിന്മേലും ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം അങ്ങയുടെ ആത്മാവ് മുഖാന്തരം വചനത്താൽ അടിയങ്ങളെ അതിന്റെ എല്ലാം ലോകത്തെ ജീവിക്കുവാൻ തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
യേശുവെ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു കർത്താവ് ഞങ്ങൾ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല. ഞങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും ഉയരത്തിലുള്ളത് കാക്ഷിക്കുവാനും അപ്പൊ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ അതിനു വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരിക്കാൻ കർത്താവെ അങ്ങയുടെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ജനമായിട്ട് അടിയങ്ങളെ തീർക്കാം. കർത്താവെ രാജകീയ പുരോഹിത വർഗമാണ് ഞങ്ങളെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ ഇടയാകണം. യേശുപ്പിച്ച എസ്തർ അവിടെ ചെന്നപ്പോ അവിടെ കിട്ടുന്ന ആ സാധനങ്ങളെ കൊണ്ട് തൃപ്തിയാകാതെ കർത്താവെ തന്നെ വിളിച്ചിരിക്കുന്ന ആ പൊസിഷന്റെ ഉത്തരവാദിത്വം എങ്ങനെ മനസ്സിലാക്കിയോ അപ്പച്ച അതുപോലെ തന്നെ എന്റെ കർത്താവെ അങ്ങയുടെ മണവാട്ടിയായിട്ട് ഞങ്ങൾ സഭയെ വിളിച്ചിരിക്കുന്നു. സഭയുടെ ഓരോ അവയവങ്ങളാണ് അടിയങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാതെ കർത്താവെ അപ്പൊ ഞങ്ങൾ ഇവിടെ റിലാക്സ് ചെയ്തുള്ള ലൈഫ് അല്ല കർത്താവ്. ഞങ്ങൾ യുദ്ധമുഖത്താണെന്നുള്ള ചിന്തയോടെ തന്നെ ഈ ഓട്ടം കൂടി തീർപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ആ ഗൈഡൻസ് ഏറെ നേരം ശബ്ദത്തിനായിട്ട് കാതോർക്കുന്നവരായി തീരുവാൻ ഓരോ ഘട്ടത്തിലും എന്റെ കർത്താവ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം അങ്ങ് ഞങ്ങളോട് കൂടെ നടക്കുന്നവരാണ്. ഞങ്ങൾ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവ് അങ്ങയോട് കൂടെ നടക്കുവാൻ അപ്പൊ അങ്ങ് സൽഗുണപൂർണ്ണനായിരിക്കും ഞങ്ങൾ സൽഗുണപൂർണ്ണരാകുവാൻ അങ്ങ് വിളിച്ചിരിക്കുന്നത് കർത്താവ്. ഇതിനെല്ലാമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ അത് അങ്ങ് ഞങ്ങളിൽ ഒരു പണി ആരംഭിച്ചും ക്രിസ്തുവിന് നാളോളം അതിനെ തികയ്ക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പക്ഷേ അങ്ങ് വാക്കും പറഞ്ഞ ദൈവമല്ല കർത്താവെ. അങ്ങ് വിശ്വസനാണ്. ഞങ്ങളുടെ ബലത്തിലല്ല താങ്കൾ ഞങ്ങളുടെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തിക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നാഥ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ്. ഇനിയും ഹരിയങ്ങളോട് അങ്ങയുടെ വചനത്തിലൂടെ സംസാരിക്കണം. ഞങ്ങളുടെ ഹൃദയം അത് കേൾക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കണമേ. ഞങ്ങളൊരു മാറ്റം ഉണ്ടാകണം. അപ്പച്ച വചനം കേട്ട് ഞങ്ങളെ പിന്നെ ചതിക്കാതെ ചെയ്യുന്നവരായിട്ട് ഇരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വവും മാനവും പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവെല്ലാം ഞങ്ങൾക്കായിട്ട് ജീവനെ തന്ന അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ. ആമേൻ 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 ആമേൻ.